നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസ് അന്തിമ തീർപ്പിലേക്ക്. ഡിസംബർ 8-ന് വിധി പറയും. വിധി കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷം. കേസിൽ ദിലീപ് 8ാം പ്രതി. എല്ലാ പ്രതികളും ഹാജരാകാൻ കോടതി നിർദ്ദേശം. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. പ്രതികളിൽ ഒരാൾ CPM സ്ഥാനാർത്ഥി. ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് പൂർത്തിയായി. ക്ഷേത്രത്തിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചടങ്ങിൽ RSS മേധാവി മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും. പതാക സ്ഥാപിച്ചത് 191 അടി ഉയരത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന്റെ കേസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ നടപടിക്ക് സാധ്യത. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SIT അപേക്ഷ നാളെ പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. വീടുകൾ കയറിയുള്ള പ്രചാരണം തുടരുന്നു. വിമതരായി മത്സരിക്കുന്ന 5 പേരെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കി CPM. വിമതർക്കെതിരെ UDFും വൈകാതെ നടപടിയെടുക്കുമെന്ന വിവരം. തൃശൂരിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. 75-കാരി തങ്കമണിയെ സ്വർണ്ണാഭരണത്തിനു വേണ്ടി കൊലപ്പെടുത്തിയത് മകളും കാമുകനും ചേർന്ന്. മലപ്പുറത്ത് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. വീട്ടിലെ കടം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതക കാരണമെന്ന സൂചന. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിലുള്ളത്. പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവന. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. ഇർഫാൻ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ വിധി ഡിസംബർ 8-ന് വിധി വരുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രമ്യ, നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിധി ഡിസംബർ 8-ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണ നടപടികൾ പൂർത്തിയായതോടെയാണ് വിധി പ്രഖ്യാപനത്തിന്റെ തീയതി കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 27 തവണയാണ് കേസിൽ 27 തവണ മാറ്റിവെച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണുള്ളത്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. ഇതാണ് കേസിന് ആസ്പദമായ സംഭവം. പൾസർ സുനിയാണ് കേസിൽ സുപ്രസിദ്ധ ഗുണ്ടയായ പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്ന വേളയിൽ അധിക വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ പിന്നീട് നടന്ന സമഗ്രമായ അന്വേഷണത്തിൽ പൾസർ സുനിയിലൂടെയാണ് നടൻ ദിലീപിലേക്ക് പോലീസ് എത്തുന്നത്, അന്വേഷണ സംഘം എത്തുന്നത്. തുടർന്ന് 8ാം പ്രതിയായ നടൻ 3 മാസത്തോളം ആലുവ ജയിലിൽ കിടന്നൊരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏതായാലും കേസിൽ ജാമ്യം ലഭിക്കാതെ 7 വർഷത്തോളമായി 1ാം പ്രതിയായ പൾസർ സുനി ഇപ്പോഴും ജയിലിലായിരുന്നു. പിന്നീട് സമീപകാലത്ത് ഇദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു. പിന്നീട് വിവിധ സമയങ്ങളിലായി മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ദിലീപിനെ കൂടുതൽ വെട്ടലാക്കിയിരുന്നു. ഇതൊക്കെ കേസിൽ സഹായകരമായിട്ടുണ്ട് എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് സുധീഷൻ പറയുന്നത്. മാത്രമല്ല, കേരളത്തിൽ ഒന്നാകെ ഏറെ പിടിച്ചുവെച്ച സംഭവം തന്നെയായിരുന്നു. ഇതിനുശേഷം പല രീതിയിലുള്ള നിയമ നടപടികളും പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അന്വേഷണം കൃത്യമായി തന്നെ നടത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും ഡിസംബർ 8-ന് അന്തിമ വിധി പ്രഖ്യാപനം വാദം നടന്ന അല്ലെങ്കിൽ വിചാരണ നടന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ
നിന്നുണ്ടാകും എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അന്തിമവിധി ഡിസംബർ 8 വരും എന്നാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 കോടതി വിധി പറയുക. എല്ലാ പ്രതികളും ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമ വാദം നടന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രോസിക്യൂഷന്റെ പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം 27 തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് വിചാരണ കോടതി മാറ്റിവെക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഡിസംബർ 8 വിധി വരുമ്പോൾ ദിലീപ് ഹാജരാകും എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഇർഫാൻ, കേൾക്കാം. രമ്യ, തീർച്ചയായും വിധി വരുന്ന ദിവസം പ്രതികളെല്ലാം ഹാജരാവണമെന്ന് നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപ് ഹാജരാവും എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഡിസംബർ 8 ദിലീപ് കോടതി മുമ്പാകെ വിചാരണ നടന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുമ്പാകെ ഹാജരാകും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, നടി ആക്രമിച്ച കേസിൽ കഴിഞ്ഞ തവണ കോടതി ചോദിച്ച 22 ചോദ്യങ്ങൾക്കും പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ വാദങ്ങൾ എല്ലാം പൂർത്തിയായി. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് ഇത്തരത്തിൽ കോടതി വിധി പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ഫെബ്രുവരി 17 ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെടാതിരുന്ന നടൻ ദിലീപിനെ പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ AMMൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. 85 ദിവസത്തിന് ശേഷം 2017 ഒക്ടോബർ 3 8ാം പ്രതിയായ ദിലീപിന് കേസിൽ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു കൊലക്കം സൃഷ്ടിച്ച കേസ് തന്നെയായിരുന്നു. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ 9 പ്രതികളാണ് ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. മറ്റു പ്രതികളുടെയും കാര്യത്തിൽ ഓരോരോ ഘട്ടത്തിലും അവർ ഏതൊക്കെ തരത്തിലുള്ള കുറ്റം ചെയ്തു എന്ന കാര്യങ്ങളും ഇതോടെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത്തരം വാദങ്ങളും പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് 2017 നവംബറിൽ തന്നെ ഇത്തരത്തിൽ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. 2018 മാർച്ച് 8 പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അത്തരത്തിൽ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. അതിനുശേഷമാണ് സാക്ഷി വിസ്താരം പൂർത്തിയായത്. 4 വർഷം കൊണ്ടാണ് ഇത്തരത്തിൽ സാക്ഷി വിസ്താരം നടന്നത് എന്ന കാര്യം ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു വലിയൊരു നാൾ വഴി തന്നെ ഉള്ള ഒരു കേസ് തന്നെയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. അത് സിനിമാ രംഗത്ത് മാത്രമല്ല, ഈ കുറ്റകൃത്യ രംഗത്തും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടി വലിയൊരു കൊലക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ ലോകം മാത്രമല്ല ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത് ഉറ്റുനോക്കുന്ന നിരവധി ആളുകൾ തന്നെയുണ്ട്. ഏതായാലും വിധി പ്രഖ്യാപനം ഡിസംബർ 8 എന്നൊരു തീയതിയാണ് ഇന്ന് കോടതി വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും വരാനിരിക്കുന്ന വിധി എന്താകുമെന്ന ഒരു കാര്യത്തിൽ ഏവരും നോക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിചാരണ തുടങ്ങിയ വേളയിലും പല ഉപഹർജികളും എത്തിയത് കേസിനെ വ്യത്യസ്തമാക്കിയിരുന്നു. അതും നമുക്ക് ഈ എടുത്തു പറയേണ്ട കാര്യമാണ്. കേസിൽ ആസ്പദമായ സംഭവം നടക്കുന്ന വേളയിൽ ദിലീപ് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. പിന്നീട് ഞാൻ സൂചിപ്പിച്ച പോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ദിലീപിനെ ഇതിൽ കക്ഷി ചേർക്കുന്നത്. ദിലീപിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു വിധി കൂടിയാണ് ഈ വരാനിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും 8ാം പ്രതിയായ ദിലീപും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന കാര്യവും അതോടൊപ്പം തന്നെ കൃത്യമായ പങ്ക് ദിലീപിനുണ്ട് എന്നുള്ള കാര്യവും കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇർഫാൻ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം നിർമ്മാതാവ് ശ്രീ സജി നന്ദ്യാട്ട് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, നമസ്കാരം. ഇപ്പോൾ ഈ ഒരു വിധിയിലേക്ക് എത്തുകയാണ്. നടിയെ ആക്രമിച്ച കേസ് കുറേ നാളുകളായി, 8 വർഷത്തോളമായി കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണെന്ന് പറയണം. ഇത് വിധിയിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അത് ശരിയാണ്, കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. ദിലീപ് പ്രതിയായതോടുകൂടി അല്ലേ. എന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ദിലീപ് തികച്ചും നിരപരാധിയാണെന്നും ഇത് മോണിറ്റർ ചെയ്ത ഒരാളെന്ന നിലയിൽ, ആദ്യകാലം മുതൽ ഇതിന്റെ ചർച്ചയിൽ വന്ന ഒരാളെന്ന നിലയിൽ, ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എന്റെ 101% വിശ്വാസവും ഡിസംബർ 8 വരുന്ന വിധിയില് ദിലീപ് തന്റെ നിരപരാധിത്വം തെളിയിച്ച് ആത്മീയശുദ്ധി വരുത്തി
അദ്ദേഹം തിരികെ വരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ ഒരു ചർച്ചകളിലൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ ഒരു 8-ാം തീയതി വിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നടന് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ ആയിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായും. കാരണം നമുക്കറിയാലോ, ഇതിന്റെ ഒരു നാൾ വഴികൾ എടുത്താൽ 7 വർഷമായി വിചാരണ നടക്കുന്നു. ആദ്യ വിചാരണ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് അവസാന സാക്ഷിയെ മാത്രം വിസ്തരിക്കാനിരിക്കെ പെട്ടെന്ന് ഉള്ള ബാലേന്ദ്രകുമാറിന്റെ എൻട്രി. അപ്പൊ അതൊന്ന് നമുക്കറിയാം, ഒന്നാമത്തെ വിചാരണയിൽ ദിലീപിനെ ശിക്ഷിക്കത്തക്ക തെളിവുകളുടെ അഭാവമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിയമപരിജ്ഞാനമുള്ളവർ സംശയിച്ചാലാണ്. എല്ലാം കേൾക്കുമ്പോൾ എല്ലാം വിശ്വസിക്കുന്ന സാധാരണക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിയമപരിജ്ഞാനമുള്ള, അത്യാവശ്യം ചിന്തിക്കുന്ന, കാര്യങ്ങൾ അവലോകനം നടത്തുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ചില ലക്ഷണങ്ങൾ നമ്മളവിടെ കണ്ടു. രണ്ടാമത് ബാലേന്ദ്രകുമാർ വന്നു, വിചാരണ വീണ്ടും എഫ്ഐആർ ഇട്ടു, വീണ്ടും അതിന്റെ വിചാരണ നടത്തി. ബാലേന്ദ്രകുമാർ കോടതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം അത് ചാനലിലൂടെ തന്നെ അത് ഭൂരിപക്ഷവും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വലിയ വിചിത്രമായ ഒരു വാദമുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപ് തന്റെ ഫാമിലിയുമൊത്ത് വീട്ടിലിരുന്ന് കണ്ടു. അതാണ് ഏറ്റവും മലയാളിയെ വീണ്ടും ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ ദൃശ്യം ദിലീപ് കൈക്കലാക്കിയിട്ടുണ്ട്? ദിലീപിന്റെ മോട്ടീവ് തെളിയിക്കുക. നിയമം അറിയാവുന്നവർക്കറിയാം ദിലീപിന്റെ മോട്ടീവ്, എന്തുകൊണ്ട് പൾസർ സുനിയെ കൊണ്ട് ദിലീപിനെ ജയിച്ചു എന്നുള്ളതിന് ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു. അപ്പൊ ദിലീപ് എന്തിനു വേണ്ടി ജയിച്ചു? ഈ ദൃശ്യം കൈക്കലാക്കാൻ. അതുകൊണ്ട് തന്നെ ദിലീപിനിൽ ഈ ദൃശ്യമുണ്ട്, അതതിന്റെ മർമ്മം അതാ എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ ചീറ്റിപ്പോയെന്നാണ് എന്റെ ഒരു ഭാഷ്യം. അത് എനിക്ക് കോടതിയാ പറയേണ്ടത്. എങ്കിലും എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, ഒരു ഫാമിലിയോടൊത്ത് കാണാൻ പറ്റി ദൃശ്യങ്ങളൊന്നും അല്ലല്ലോ അത്. അപ്പൊ അവിടെ തന്നെ ഒരു സാമാന്യ ബുദ്ധിയുള്ള മലയാളി തിരികെ ചിന്തിക്കുന്നത് സ്വാഭാവികം. അപ്പോ ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെട്ട് തീരൂ എന്നുള്ളൊരു വാശി എവിടെയോ ആർക്കൊക്കെ ഉള്ളതുപോലെ തോന്നി. അത് സർക്കാരിനൊന്നും എനിക്ക് തോന്നുന്നില്ല. സർക്കാരിന് ഇതില് ഒരു കൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇത് ചില ആൾക്കാർക്ക് അവരുടെ വൈരാഗ്യം തീർക്കാൻ, ദിലീപിനോടുള്ള ദേഷ്യം തീർക്കാൻ, പക തീർക്കാൻ കുറച്ചു പേർക്ക് കച്ചകെട്ടി ഇറങ്ങിയതിന്റെ പരിണിത ഫലമാണ് ദിലീപിന്റെ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ ദിലീപൻ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും നമുക്കറിയാം, ഒരു കോടതിയിലൊരു പ്രൊസീഡിങ്സ് അറിയാവുന്നവർക്കറിയാം, അത് സ്വാഭാവികമായും ആദ്യമേ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസ് പറയുന്നതും വിശ്വാസം എടുത്തുകൊണ്ട് കോടതി ഒരാൾക്ക് ജാമ്യം കൊടുക്കില്ല, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പ്രമാദമായ കേസ്. പക്ഷെ പോകെ ജാമ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് വിചാരണ വേളകളിൽ സ്വാഭാവികമായി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. നമുക്ക് 100% എല്ലാ കാര്യത്തെക്കുറിച്ചും അവിടെ നടന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കില്ല. എനിക്കോ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് പിന്നീട് ഈ രണ്ടാമത്തെ കേസ് വന്നപ്പോഴാണ് ആദ്യത്തെ കേസിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് അല്ലേ, നമുക്കിവിടെ അറിയാം പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ആണ് ചെയ്തത്, കുറ്റകൃത്യം ചെയ്തത് പൾസർ സുനിയാ. ഈ പൾസർ സുനി ചെയ്ത കുറ്റകൃത്യം ആര് പറഞ്ഞിട്ട് ചെയ്തു? ദിലീപ് പറഞ്ഞിട്ട് ചെയ്തു എങ്കിൽ പൾസർ സുനിയും ദിലീപിനുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വിചിത്രമായ വാദങ്ങൾ നിർത്തി. അതിലൊന്നാണ് ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഫോട്ടോ. ആ ഫോട്ടോ തന്നെ ശരിയാണോ തെറ്റാണോ ഫോർജറി ആണോ എന്ന് എനിക്ക് സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലൊക്കേഷനിലേക്ക് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്വാഭാവിക ആൾക്കാർ വന്നുകൂടുന്നത് നമ്മളെല്ലാം കാണുന്നതാണ്. അതിൽ ആരെങ്കിലും ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ അതിന്റെ അണിയറ പ്രവർത്തകരോ നടീനടന്മാരോ എങ്ങനെ കുറ്റവാളിയാവുന്ന ചോദ്യം ബാക്കി നിൽക്കുക. അതോടെ തന്നെ 2012 ഒരു കുഴപ്പമില്ല സമയത്ത് ദിലീപ് ഈ പൾസർ സുനിയെ ഏൽപ്പിക്കുകയാണ് എന്നാണ് ഇവര് പറയുന്നത്. എന്നിട്ട് അഡ്വാൻസ് ഉണ്ടോ? അഡ്വാൻസ് ഇല്ല. അപ്പോ 3 കോടി രൂപയ്ക്ക് 10,000 രൂപ അഡ്വാൻസ്. ഈ അഡ്വാൻസ് കൊടുത്ത തുക എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊന്നും കുറെ കഥകള് ഇങ്ങനെ പോകുന്നു. അതിന് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് പറയുന്നത് ഇനിയും കോടതിയാണ്. അപ്പൊ എന്റെ അനുമാനമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. 101% ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി 8-ാം തീയതി ഈ പൊതുസമൂഹത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുവാൻ ഒരു പൗരൻ, ലോ ഓഫ് ദ കോർട്ട്, രാജ്യത്ത് നിയമമുണ്ട്, അതിന് സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനം വഴി മാത്രമേ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുള്ളൂ. അപരാധിയാണോ നിരപരാധിയാണോ തെളിയിക്കേണ്ടത് കോടതിയാണ് നമ്മുടെ നിയമപ്രകാരം. ആ കോടതിയിൽ നിന്നും ദിലീപിന് അനുകൂലമായി വിധിച്ചു തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരാളാണ് ഞാനും.
തീർച്ചയായും താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ തുടരട്ടെ. ഇതിപ്പോൾ ഈ ഒരു സിനിമാ മേഖലയെ തന്നെ വലിയ രീതിയിൽ പിടിച്ചുലച്ച ഒരു കേസ് എന്ന് തന്നെ പറയണം. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ രണ്ട് രീതിയിലേക്കൊക്കെ അല്ലെ രണ്ട് ഭാഗമായൊക്കെ ഈ ഒരു സിനിമ അഭിനേത്രികളൊക്കെ പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ ദിലീപിന് ഇപ്പോൾ അനുകൂലമായ ഒരു വിധി വരുന്നതോടൊപ്പം തന്നെ നടിക്കും നീതി ലഭിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു നടിക്ക് നീതി ലഭിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ പൾസസ്വിനി മാത്രമാണ് ഇത് ചെയ്തത്. അതായത് മറിച്ച് ഇതിന് പുറകിൽ ദിലീപോ മറ്റു കക്ഷിയുടെവില്ല, പൾസസ്വിനി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നടിക്ക് നീതി ലഭിക്കേണ്ടത്. നിരപരാധിയെ ക്രൂശിച്ചുകൊണ്ടല്ല നീതി ലഭിക്കേണ്ടത്, മറിച്ച് തെറ്റുകാരൻ ആരാണോ അവരെ ക്രൂശിച്ചുകൊണ്ടാണ് നീതി ലഭിക്കേണ്ടത്. ഒരാൾക്ക് നീതി ലഭിക്കണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരെ നീതി ലഭിക്കാൻ കാരണമാക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും നടിക്ക് നീതി ലഭിക്കണം, ലഭിച്ചേ തീരൂ. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്ന് തന്നെയായാലും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് കോടതി വിധി പറയാനിരിക്കുകയാണ്. എല്ലാ പ്രതികളും ഹാജരാകണം എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം അഭിഭാഷക TB മിനി നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി TB മിനി, നമസ്കാരം. ഇപ്പോൾ ഈ ഒരു കേസുമായി, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിസംബർ 8-ന് കോടതി വിധി പറയുകയാണ്. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് എന്ന് പറയണം. കാരണം വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഈ ഒരു കേസിൽ തുടങ്ങിയത് തൊട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. 27 തവണ വരെ ഈ ഒരു വാദം വ്യക്തത വരുത്തുന്നതിനായി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനമായി ഈ വിധി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നല്ല വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹലോ, കേൾക്കാമോ? നല്ല നീതി യുക്തമായ ഒരു വിധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. അത് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണല്ലോ എന്ന് നമ്മള് വിചാരിക്കുന്നത്. അതെ, ഇപ്പോൾ ഈ ഡിസംബർ 8-ന് വിധി വരുമ്പോൾ നടിക്ക് നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷിക്കണല്ലോ, അല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ അത്രയും മാത്രം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. ഹലോ, കേൾക്കാമോ മാം? അതെ, ഞാൻ പറഞ്ഞത് ഒരുപാട് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ശരി, എന്ത് തന്നെയായാലും ഡിസംബർ 8-ന് വിധി വരുമ്പോൾ നടിക്ക് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതെ അതെ. ശരി, വളരെയധികം നന്ദി മാം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്ത് തന്നെയായാലും ഡിസംബർ 8-ന് വിധി വരുമ്പോൾ നടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് അഭിഭാഷകരടക്കം ഉള്ളത് എന്ന് മനസ്സിലാക്കാം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമ വാദം നടന്നിരുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം 27 തവണ ഈ ഒരു വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് മാറ്റിവെക്കുന്ന ഒരു കാഴ്ചയൊക്കെ വിചാരണ കോടതിയിൽ ഉണ്ടായിരുന്നു. ഈ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസ് കൂടിയാണ് ഇത്. 9 പ്രതികളാണ് കേസിലുള്ളത്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായി ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വിചാരണ നടപടികൾ പൂർത്തിയായെങ്കിൽ കൂടി അന്തിമ നടപടിക്രമങ്ങൾ 1 വർഷത്തിലധികം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിക്കപ്പെടുന്നത്. 2018 മാർച്ചിൽ കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ കേസിന് ബലം പകരുന്ന നിർണായക തെളിവുകൾ തന്നെയായിരുന്നു കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ ഒരു കേസുമായൊക്കെ ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ നടിക്ക് അനുകൂലമായ ഒരു വിധി തന്നെയാണ് എല്ലാ രീതിയിലും പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വളരെയധികം സിനിമാ മേഖലയിലൊക്കെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു. ഈ സംഘടനകൾ അടക്കം ഈ നടി ആക്രമിച്ച കേസുമായൊക്കെ ബന്ധപ്പെട്ട് രണ്ടായി തിരിഞ്ഞ ഒരു സാഹചര്യമൊക്കെ നമ്മൾ സിനിമാ മേഖലയിൽ അടക്കം കണ്ടിരുന്നതാണ്. ഈ ഒരു കേസുമായൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഡിസംബർ 8-ന് വിധി വരുന്നത് എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മോടൊപ്പം സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, നമസ്കാരം. ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ സങ്കീർണമായ ഒരു കേസ് തന്നെയാണ്. ഈ ഒരു വിധിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഇതിലേക്കുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അതേസമയം തന്നെ രാഷ്ട്രീയ വിവാദ ചർച്ചകളിലൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. കേരള ചരിത്രത്തിൽ ശ്രീ നമ്പി നാരായണന് ശേഷം ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തി ശ്രീ ദിലീപാണ്. ശ്രീ നമ്പി നാരായണനെ ഇല്ലാത്ത ചാരക്കേസിൽ 50 ദിവസത്തോളം ജയിലിൽ അടച്ചതുപോലെ ദിലീപിന് യാതൊരു പങ്കുമില്ലാത്ത കേസിൽ 86ഓളം ദിവസം ശ്രീ ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിജീവിതയോടൊപ്പമാണ് നമ്മൾ എല്ലാവരും. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, പൾസർ സുനിയെയും കൂട്ടാളികളെയും ശിക്ഷിക്കണം. എന്നാൽ ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീ ദിലീപിന് നീതി കൊടുക്കുകയും വേണം. ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കടുകുമണിയോളം പോലും തെളിവ് ശ്രീ ദിലീപിനെതിരെ ഇല്ല. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ ശ്രീ ദിലീപിന് അനുകൂലമായി ഒരു വിധി വരുമെന്നും അതിജീവിതയ്ക്കും അനുകൂലമായ ഒരു വിധി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അതിജീവിതയ്ക്ക് അനുകൂലമായി പൾസർ സുനിയെയും കൂട്ടാളികളെയും ശിക്ഷിക്കുമെന്നും ശ്രീ ദിലീപിനെതിരെയുള്ള കള്ളക്കേസ് റദ്ദാക്കുമെന്നും ഉള്ളതാണ് കേരള ജനത പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യം. തീർച്ചയായും വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെ ആയിരുന്നു. നടികൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് സിനിമാ മേഖലയിൽ തന്നെ. അപ്പോൾ ഈ ഒരു വിധിയോട് അടുക്കുമ്പോൾ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നടൻ അനുകൂലമായ ഒരു വിധി തന്നെ വരും. അതേസമയം തന്നെ നടിക്കും അതിജീവിതയ്ക്ക് അനുകൂലമായ വിധി വരണം. അതിജീവിതയെ ദ്രോഹിച്ച, മാപ്പ് ഒരിക്കലും അർഹിക്കാത്ത പൾസർ സുനിയെയും കൂട്ടാളികളെയും ശിക്ഷിക്കണം. എന്നാൽ മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ, മാസങ്ങൾക്ക് ശേഷമല്ലേ ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത്? ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് എന്താ ബന്ധം? പക്ഷേ മാസങ്ങൾക്ക് ശേഷം ശ്രീ ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നതാണ്. അത് കോടതിയിൽ പൊളിഞ്ഞു വീഴും. അതിജീവിതയ്ക്ക് നീതി, പൾസർ സുനിക്ക് ശിക്ഷ, ശ്രീ ദിലീപിന് കള്ളക്കേസിൽ നിന്ന് മോചനം. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. അതെ, തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്ത് തന്നെയായാലും ഈ ഒരു കേസിൻ്റെ വിധി വരുമ്പോൾ ഡിസംബർ 8 വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരിക്കും നടനും നടിക്കും എന്ന് പറയണം. കാരണം കുറേ നാളത്തെ 8 വർഷത്തോളം നീണ്ട ഒരു വിചാരണയ്ക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി പറയുന്നത്. പലതവണ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള കേസ് കൂടിയാണ്. ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുന്നതിനായി പലതവണ മാറ്റിവെക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അവസാനം കേസിന് അന്തിമത്തിലേക്ക് എത്തുമ്പോൾ ഡിസംബർ 8 വിധി വരികയാണ്. വിചാരണ പൂർത്തിയാക്കിയ കേസ് വിധി പറയാൻ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. 7 വർഷം നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ കോടതി നേരത്തെ ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് മറുപടി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ കേസിൽ വിധി പറയാൻ ഡിസംബർ 8 മാറ്റിയിരിക്കുന്നത്. 2017 ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. ഫെബ്രുവരി 17 രാത്രിയിൽ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. പൾസർ സുനിയാണ് ഇപ്പോൾ കേസിൽ 1-ാം പ്രതി. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 10 അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. 85 ദിവസത്തിന് ശേഷം 2017 ഒക്ടോബർ 3 8-ാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. കേസിൽ വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവുകളൊക്കെ കേസിൽ നടന്നിരുന്നു എന്ന് പറയണം. അന്തിമവാദം ഇപ്പോൾ പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. കേരളം എന്ത് തന്നെയായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. വിചാരണ കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നാണ് ഇപ്പോൾ ഡിസംബർ 8 അന്തിമ വിധി വരിക എന്ന് പറയുന്നത്. എല്ലാ പ്രതികളും അന്ന് ഹാജരാകണം എന്നുള്ള ഒരു നിർദ്ദേശവും കോടതി വച്ചിട്ടുണ്ട്. 1-ാം പ്രതി പൾസർ സുനി, നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2017 ഫെബ്രുവരി 17 2024 സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. കർശന വ്യവസ്ഥകളോടെയായിരുന്നു പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത്. 2 പേരെ നേരത്തെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. മലയാള സിനിമയെ തന്നെ 2ആയി ബാധിച്ച ഒരു കേസ് കൂടെയാണിത്. ഒരുപാട് തിരിവുകളും വളവുകളുമൊക്കെ ഈ ഒരു കേസിൽ കണ്ടിരുന്നതാണ്. ഏറ്റവും ഒടുവിലാണ് ഈ ഒരു വിധി വരുന്നത് എന്നുള്ളതാണ്. വളരെ സങ്കീർണമായ ഒരു കേസ് തന്നെയാണ് എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം കേരളക്കാരെ ഇത്രയും ഉറ്റുനോക്കിയ ഒരു കേസ് ഇത് തന്നെ ആയിരിക്കും. കാരണം ജനപ്രിയ നായകനായ ദിലീപ് അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ
സിനിമാ ലോകം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ഒരു കേസ് തന്നെയാണ്. കാരണം നടിയെ ആക്രമിച്ച കേസ് നേരത്തെ തൊട്ടേ കേൾക്കുന്നു. അതിനൊരു വിധി എന്ന് പറയുമ്പോൾ അതിൽ എന്താവും നടന്നത് എന്നുള്ളത് അറിയാൻ കേരളക്കരെ ആകെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നടൻ ദിലീപ് ഉൾപ്പെടെ ഇപ്പോൾ 9 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണുള്ളത്. 2024 സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച ഒരു കേസിൽ പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. കർശന വ്യവസ്ഥകൾ തന്നെയായിരുന്നു പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പറഞ്ഞിരുന്നത് 2 പേരെയും നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്ന ഒരാളെ കേസിൽ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തിരുന്നതാണ്. മലയാള സിനിമയെ തന്നെ 2ആയി ബാധിച്ച ഒരു കേസ് കൂടെയാണ് ഇത് എന്ന് പറയാം. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നടിയുടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർ സുനി പകർത്തി എന്നുള്ളതായിരുന്നു കേസ്. അന്ന് തന്നെ ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് 2017 ഫെബ്രുവരി 8 സംഭവം നടന്ന അടുത്ത ദിവസം പൾസർ സുനി എന്ന സുനിൽ കുമാറാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇയാളെ തേടി പോലീസ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും കണ്ടെത്തുകയും ചെയ്തു. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2017 ഫെബ്രുവരി 19 ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെ കോയമ്പത്തൂരിൽ പോലീസിന്റെ പിടിയിലാവുന്നതും നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ദിലീപും അതിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു കേസിലുള്ള മറ്റ് വഴിത്തിരിവുകളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും കേരളക്കാർ ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ്. ഡിസംബർ 8 വിധി വരുമ്പോൾ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.